ഹലോ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ നോർമലി കാണിക്കുന്നത് പോലെ ഒരു സാരി അല്ല. നമ്മൾ അമ്മച്ചിമാർക്ക് ചട്ടയും മുണ്ടിന്റെയും കൂടെ ഉപയോഗിക്കുന്ന കവണിയാണ് ഇന്ന് കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി കവണി കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ അത് പ്രകാരം ചെയ്തിരിക്കുന്ന ഒരു കവണിയാണ്. കവണി കാണാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇതാണ് നമ്മൾ കാണിക്കുന്ന കവണി. ഇത് നമ്മൾ ഓർഗൻഡി മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓർഗൻഡി മെറ്റീരിയൽ 2.5 മീറ്റർ ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കവണി ചെയ്യുന്നത്. അപ്പം അതുപോലെ നമ്മൾ 2.5 മീറ്റർ ഫാബ്രിക് മുറിച്ച് വാങ്ങിച്ച് എടുത്തിരിക്കുന്നതാണിത്. ഇതിനകത്ത് നമ്മൾ ഈ ഒരു കവണിയുടെ 2 വശവും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. കവണി ആയതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ 2 വശവും നമ്മൾ കാണുന്ന പോലെ സാരി പോലെ നമ്മൾ കുത്തുന്ന വശം അല്ലാതെ 2 വശവും കവണിക്ക് നമ്മളിങ്ങനെ ഉടുത്ത് കഴിയുമ്പം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ 2 സൈഡും ഒരുപോലെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു കവണിയൊക്കെ നമ്മൾ സാരി പോലെയല്ല, 2 വശത്തും നമ്മൾ ഫ്ലവർ ഡിസൈൻസ് കൊടുക്കും. അതായത് നമ്മൾ കവണി നമ്മൾ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അതായത് നമുക്ക് ആ ഒരു ഷോളൊക്കെ കുത്തുന്നെന്ന് പറഞ്ഞ പോലെ 2 സൈഡും നമ്മൾ ഒരു മാറി മാറി കുത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ 2 വശത്തും ഡിസൈൻസ് ഒരുപോലെ തന്നെ കൊടുക്കും. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വയലറ്റ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു വർക്കാണ്. ഇതിനകത്ത് നമ്മൾ ഷാഡോ വർക്ക് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ചെറിയൊരു ലീഫ് പാറ്റേൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലീഫ് പാറ്റേണും അതുപോലെ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലീഫ് പാറ്റേണുമാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഒരു 10 ഇഞ്ചോളം ഗ്യാപ്പ് ഇടവിട്ട് ഒരു സൈഡിൽ തന്നെ 10 ഫ്ലവേഴ്സാണ് ഈ ഒരു കവണിയുടെ ഒരു വശത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ ഈ ഒരു കവണിക്കകത്ത് നമ്മൾ 20 പൂക്കൾ ഇതുപോലത്തെ ചെയ്തിട്ടുണ്ട്. നോർമലി കവണിക്കകത്ത് നമ്മളെപ്പോഴും ഇതുപോലത്തെ ചെറിയ ഡിസൈൻസ് ഇത്രയും ഗ്യാപ്പ് ഇടവിട്ട് തന്നെയാണ് ചെയ്യാറ്. പണ്ട് തൊട്ടേ അങ്ങനെ കവണികൾ അങ്ങനെയാണ്. ആ ഒരു കവണികളുടെ ഒരു ട്രഡീഷണൽ ലുക്ക് അങ്ങനെയാണ്. ഒത്തിരി നമ്മൾ വലിയ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഫ്ലവേഴ്സോ ഇങ്ങനെ അടുത്തടുത്ത ഫ്ലവേഴ്സോ ഒന്നും കവണിയിൽ നമ്മൾ കൊടുക്കാറില്ല. അതിനെപ്പോഴും ഒരു സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ലുക്കാണ് കവണിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഫ്ലവർ പാറ്റേണും ഇത്രയും ഗ്യാപ്പിൽ നമ്മൾ ഫ്ലവേഴ്സും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചട്ടയും മുണ്ടും കവണിയും ഒക്കെ ശരിക്കും ഒരു ക്രിസ്ത്യൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. ഇപ്പം ഈ ഒരു ഡ്രസ്സൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. എന്നാലും പള്ളിയിലൊക്കെ ആണെങ്കിലും ചില ഒക്കേഷൻസിനൊക്കെ ആൾക്കാരൊക്കെ വീണ്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പം അല്ലാതെ കുറച്ച് അമ്മച്ചിമാരൊക്കെ ഇപ്പോഴും ഈ ചട്ടയും മുണ്ടും ഉപയോഗിക്കുന്നവരും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു ചട്ടയും മുണ്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അമ്മച്ചിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കവണി ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാഴ്ച വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതുപോലത്തെ കവണീസ് ഒക്കെ വളരെ റെയർ ആയിട്ടാണ് കിട്ടുന്നത്. എന്നാലും ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇതുപോലത്തെ വർക്കൊക്കെ ആർക്കെങ്കിലും ഒക്കെ ചെയ്യിപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് സാരീസ് ആണോ സൽവാസ് ആണോ ഒക്കെ വേണമെങ്കിലും ഇതുപോലെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മളതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.